Very good morning and welcome to QBB Pyogi Singapore Taste. ഇന്ന് ഇത്രയും ബിസി ആയ നമ്മുടെ ലൈഫിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. പക്ഷെ പലരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ക്ലാസ്സസിന് പോവുക, യോഗയ്ക്ക് പോവുക, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ എന്നും നിത്യജീവിതത്തിൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, കുറച്ച് നേരം നടക്കുകയാണെങ്കിൽ പോലും. ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹെൽത്തി ഡയറ്റാണ്. ഹെൽത്തി ഡയറ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡും അതുപോലെ ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ഇന്ന് സിംഗപ്പൂർ ടേസ്റ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തരുന്നത് ഒരു ഹെൽത്തി ഡിഷ് തന്നെയാണ്, കീൻവ ചിയ സീഡ് സാലഡ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് രഞ്ജുഷയാണ്. രഞ്ജുഷ ഒരു ഫുഡ് ബ്ലോഗറാണ്. നമുക്ക് രഞ്ജുഷയുടെ കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് ചോദിക്കാം, ഈ ഡിഷിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ വെൽക്കം രഞ്ജുഷ ടു അവർ ഷോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, കീൻവ ചിയ സീഡ് സാലഡ്. അപ്പോൾ അതിനെപ്പറ്റി പറയൂ, എന്താണ്? കീൻവ എന്ന് പറയുന്നത് ഒരു സീഡാണത്. അത് നമ്മൾ ഈ റൈസും അതുപോലെ തന്നെ വീറ്റ്, ഓട്സ് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബ്രൗൺ റൈസിനേക്കാളും ഹെൽത്തിയാണ്. 2 times പ്രോട്ടീൻ റിച്ച് ആണ് കീൻവ എന്ന് പറയുന്നത്. അതിനൊരു നട്ടി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോ ആയിട്ട് അത് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള സാലഡ്സിലൊക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കാൻ പറ്റും, ഈവൻ ഓട്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇത് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല, കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം. അതുപോലെ തന്നെ 2 times പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടി നമ്മുടെ വയറ് ഫുള്ളായി എന്നൊരു തോന്നൽ വേണം അല്ലേ. നമ്മൾ റൈസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും ആ ഒരു ഫുൾനെസ് നമുക്ക് തോന്നില്ല. പക്ഷേ ഈ കീൻവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്കതൊരു ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ല ഒരു ഇതാണ്. അതിൽ ഒരു ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം. ഈവൻ നമുക്ക് എന്താ പറയുക, വീറ്റ് ആണെങ്കിലും ഓട്സ് ആണെങ്കിലും നമുക്കത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്താലാണ് അതിൻ്റെ പ്രോട്ടീൻ. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുക്ക് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ, റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. ഫൈബർ റിച്ച്, അത് ആ ഫൈബർ കൂടുതൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. സോ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഉറപ്പായിട്ട് ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മുടെ മെയിൻ സംഭവം കീൻവ. അതെ, ഇത് ഒരുവിധം ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു, കഴിക്കാത്തവർ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വൈറ്റ് ആണ്, റെഡും ഉണ്ട്. 2 വെറൈറ്റിയും ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ്. കാണുന്നതിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സൂപ്പർ ഫുഡാണ് ചിയ സീഡ്സ്. വളരെയധികം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ഫൈബർ ആണ്. അതെ, സെയിം തന്നെ കീൻവ പോലെ തന്നെ. അതെ അതെ. അതുപോലെ തന്നെ ഇതിൽ മെയിൻ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലത് ശരീരത്തിന്. നമ്മൾ ഈ സിംഗപ്പൂർ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഹ്യൂമിഡിറ്റി ആകുന്ന ഡീഹൈഡ്രേറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വെറുതെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെറുതെ കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ കീൻവയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സൂപ്പർ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഇത് ഇത്ര അളവ് അതുണ്ട്. ഒരുപാട് നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ് ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ടേബിൾ സ്പൂണ് മാക്സിമം പോയാൽ 1 ടേബിൾ സ്പൂൺ മോർണിംഗ്, 1 ടേബിൾ സ്പൂൺ ഈവനിങ്, അതാണ് മാക്സിമം അതിന്റെ കണക്ക്. അത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതൊരു ശരിക്കും ജെല്ലി പോലെ തോന്നുന്നില്ലേ? ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് കസ്റ്റർഡ് പോലെ അങ്ങനെ ആ ഒരു ഇതിലായിരിക്കാം നമുക്ക്. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കീൻവ സാലഡ് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാപ്സിക്കം, ബെൽ പെപ്പർ, ഗ്രീൻ ഉണ്ട്, അതുപോലെ എല്ലാ കളറും ഉണ്ട്. യെല്ലോ, റെഡും ഉണ്ട്. പിന്നെ കുക്കുംബർ. ഇതെല്ലാം എത്ര മെഷർമെന്റ് വെച്ചിട്ടാണ്? അത് അങ്ങനെയില്ല. ആക്ച്വലി 1 കപ്പാണ് നമ്മൾ കീൻവ എടുക്കുന്നതെങ്കിൽ അതിനൊരു 1/2 കപ്പെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കുറച്ച് കാണാനും നല്ല, കുട്ടികൾക്കാണെങ്കിൽ ഇത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയതുകൊണ്ട് കളർഫുൾ ആയതുകൊണ്ട് കഴിച്ചോളൂ. പിന്നെ ടൊമാറ്റോ, നോർമൽ ടൊമാറ്റോ അല്ലെങ്കിൽ ചെറിയ ടൊമാറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് പാസ്ലി ഇല്ലെങ്കിൽ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൊറിയാണ്ടർ ലീവ്സ് നന്നായി കഴുകിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. ഇത് ഗ്രീൻ ഓണിയൻസ്, സ്പ്രിംഗ് ഓണിയൻസ് എന്ന് പറയില്ലേ, അതും ഒരു കുറച്ച് 1 or 2 ടേബിൾ സ്പൂൺ. പിന്നെ ക്യാരറ്റ് ഷ്രെഡ് ചെയ്ത് വെച്ചത്. നിർബന്ധമില്ല, നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ചുകൂടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഓറഞ്ചിന് വേണ്ടി ഞാൻ ക്യാരറ്റ്. ആൽമണ്ട്സ് ഞാൻ ടോസ്
ചെയ്തിട്ട്, അതായത് നമ്മൾ വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാം, സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടാലും പ്രശ്നമില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് റേസിൻസും ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് അതിൽ ആവശ്യം സാലഡിന് വേണ്ടത് സോൾട്ട്. പിന്നെ ഇതിൽ എരിവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ഗ്രീൻ ചില്ലി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പെപ്പർ. കാരണം നമ്മുടെ റെഡ് ചില്ലിയും പെപ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, റെഡ് ചില്ലി നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടെരിയും അല്ലേ. അങ്ങനെ ചുണ്ടെരിയുന്ന ഡിഷസ്, അതായത് ഏതാണോ വിഭവം അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അൾസർ ഉണ്ടാക്കുന്ന പറയാം. ഈ പെപ്പർ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? പെപ്പർ നമ്മൾ ചുണ്ടിലായ എരിയില്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. സോ അത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ നമുക്ക് അൾസർ ഒന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയതുകൊണ്ട് നമ്മൾ അതെ കുരുമുളക് കാപ്പി കുടിക്കുമല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് പെപ്പർ ആഡ് ചെയ്യാം, നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിനുവ ചിയ സീഡ് സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കിനുവ കുക്ക് ചെയ്തെടുക്കും. ആ ഒരു സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമ്മൾ ഒരു 2 കപ്പ് വെള്ളം, 1 കപ്പ് കിനുവ ആണെങ്കിൽ 2 കപ്പ് 1:2 എന്നുള്ള മെഷർമെന്റിൽ എടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലോണം വെന്ത് കിട്ടും. ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബോയിൽ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് വെള്ളം ബോയിൽ ചെയ്യുന്ന ആ ടൈം, പിന്നെ ഒരു 5 മിനിറ്റ്സ് അത് കുക്ക് ചെയ്യാനും എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വെള്ളം ബോയിൽ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കീൻവ ഇടാം. സിംഗപ്പൂർ വന്നിട്ട് കുറച്ച് നാളായോ? ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് ആയി. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ US-ലായിരുന്നതിന് മുന്നേ. US-ൽ ഒരു ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ RG ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു കുക്കിംഗ് ബ്ലോഗ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. പേര് രസക്കൂട്ട് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളൂ, കാരണം അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇളക്കിക്കോളൂ. ഇത് കുക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റൈസ് കുക്ക് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വെന്തോന്ന് തൊട്ട് നോക്കിയിട്ട് വെന്തോന്ന് നോക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ശരിക്കും ഒരു നട്ടി ഫ്ലേവർ അതിന് വരുന്നത്. ഇതിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, കുക്കിംഗ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതിൽ സീഡ് നമ്മൾ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വൈറ്റ് റിങ് വരില്ലേ, എല്ലാ സീഡ്സിനും അങ്ങനെയാണ്. അതാണ് അതിൻ്റെ നമ്മൾ നോക്കേണ്ടത് പ്രത്യേകമായിട്ട്. അത് വന്നു കഴിഞ്ഞാൽ വെന്തോന്നാണ് ഒരുവിധം ആവാനായിട്ടോ. നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും, ചെറുതായിട്ട് കണ്ടോ റിങ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ റിങ്സ്. കുറച്ചും കൂടെ ഒന്നും കൂടെ ആയി കഴിയുമ്പോൾ ഫുള്ളായിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് വരും. ഇതായി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എല്ലാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അതിനാണ് ഞാൻ നട്ട്സ് ഇട്ടത്. റൈസിൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു സ്വീറ്റ്, നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ എല്ലാം ഉണ്ട്, അതായത് പുളിയുണ്ട്, മധുരമുണ്ട്, അതുപോലെ തന്നെ ബിറ്റർ ടേസ്റ്റ്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഈ നട്ടി ടേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വരാം. അപ്പോൾ ഇത് ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിൽ ശരിക്കും അറിയാൻ പറ്റും നമുക്ക്. ഇത് കണ്ടോ, ശരിക്കും ജെർമിനേറ്റ് ചെയ്ത് വരുന്ന പോലെ, അതായത് സ്പ്രൗട്ട് ചെയ്ത് വരുന്ന പോലെ ഒരു റിങ് കാണാൻ പറ്റും. അതെ അതെ. അപ്പം നമ്മുടെ കീൻവ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഒന്ന് ജസ്റ്റ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് അസംബിൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഹൗസ് ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പാചകം ലളിതമാക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവും സ്വാദിഷ്ടവുമാണ്. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം and കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നോ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. QBB Pure Ghee for cooking, baking and barbecue.
superior taste in so many ways. QBB Pure Ghee. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് ഉദ്ധം, കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നാ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. അപ്പൊ നമ്മുടെ കീൻവ റെഡി ആയിട്ടുണ്ട്. അത് നല്ല കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അസംബ്ലി ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് ഫസ്റ്റ് തന്നെ കീൻവ ഇടാതെ നമുക്ക് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഇടാം. എന്നിട്ട് ജസ്റ്റ് ടോസ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഇടാം. അടുത്തത് നമ്മൾ ഏത് ക്യാപ്സിക്കം എല്ലാം ക്യാപ്സിക്കം ഫുൾ ഇടണമെന്നില്ല കേട്ടോ, ജസ്റ്റ് വേണ്ടത് ഇട്ടാൽ മതി. ഇത് ക്യുക്കുംബർ. ക്യുക്കുംബർ നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം. പിന്നെ ഇത് പാസ്ലി അല്ലെങ്കിൽ നമുക്ക് കൊറിയാണ്ടർ ലീവ്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാസ്ലി ഇത്ര വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ്സിലും ഈ കിൻവ അവൈലബിൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. റെഡും ഈവൻ ഈ വെറൈറ്റിയും കണ്ടിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് കുറച്ച് ഇടാം നമുക്ക്. ക്യാരറ്റ് ഷ്രെഡ് ചെയ്ത ക്യാരറ്റാണ്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ചില കുട്ടികൾ ക്യാരറ്റ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അറിയില്ലല്ലോ ഇടയിൽ കൂടെ കഴിക്കുന്നത്. പിന്നെ നമുക്ക് കീൻവ ആഡ് ചെയ്യാം. ജസ്റ്റ് കീൻവ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്പൈസസ് എന്ന് പറയാൻ നമ്മളൊന്നുമില്ല, ലെമണും അതുപോലെ തന്നെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ കണ്ടന്റ്, നമുക്ക് ഫാറ്റും അത്യാവശ്യമാണല്ലോ ശരീരത്തിന്. ഫാറ്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഫാറ്റിന് വേണ്ടി ഒലിവ് ഓയിൽ ജസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കീൻവ ഫുള്ളായിട്ട് കീൻവ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാം. അതിപ്പോൾ എല്ലാം വന്നപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. സ്പൈസസ് നമുക്ക് ജസ്റ്റ് ഇത് മാത്രം എത്ര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ടേസ്റ്റിനനുസരിച്ച് ഇടാം. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് പുളിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ഇടാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യണം. കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമായിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോൾട്ട് വേണമല്ലോ, സോൾട്ട് ഇല്ലാണ്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. സോൾട്ട് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അവസാനം ഇത് അസംബിൾ ചെയ്യുന്ന സമയത്താണ് സോൾട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന ചിയ സീഡ്സ് ആഡ് ചെയ്യാം. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജെല്ലി പോലെ തന്നെ ഉണ്ടാവും. ഇത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള അത്ര ശരിക്കും ഒരു പേസ്റ്റ് പോലെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണിത് എഗ് റീപ്ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൽമണ്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വാൾനട്ട്സ് ആഡ് ചെയ്യാൻ ഇഷ്ടമാണ്. വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വാൾനട്ടും ആഡ് ചെയ്യാം. ഇത് റേസിൻസ്. വാൾനട്ടും ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ് നട്ട്സിൽ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം, ടോസ് ചെയ്യണം. കീൻവ ചിയ സീഡ് സാലഡ് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കിൻവ ചിയ സീഡ് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം കിട്ടുന്ന ഇതിലെടുത്ത് കഴിക്കാം. അതാ നമ്മൾ പറഞ്ഞ പോലെ നല്ല ക്രഞ്ചിയാണ്. എല്ലാ സാലഡും കഴിക്കുന്ന പോലൊരു ഇതല്ല, നല്ല രസമുണ്ട്. എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ ഇതുപോലൊരു അടിപൊളി ഡിഷുമായിട്ട് QBB Pure Ghee സിംഗപ്പൂർ ടേസ്റ്റിന് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, bye bye.